ഏറ്റവും റോജി മറുപടി പ്രധാനപ്പെട്ട പറയാം. ഇവിടെ അലിഗേഷന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തു നിന്ന് വന്ന ആൾ പറയുകയുണ്ടായി. ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമാകണം. ഒന്ന്, ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത്, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ജനിക്കാത്ത മദ്യനയത്തിൻ്റെ ജാതകം ചമയ്ക്കുന്നത് ആര് എന്ന് ചോദിച്ച് അദ്ദേഹം ഒരു വിശദമായ കുറിപ്പിട്ടു. അതിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. മദ്യനയം സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നാണ് എക്സൈസ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി അന്ന് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിശദമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ വസ്തുത എന്താണ്? വസ്തുത നമ്മൾക്ക് അതിന് ശേഷം എല്ലാം പുറത്തു വന്നിട്ടുള്ളതാണ്. ജനുവരി മാസത്തിൽ തന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എക്സൈസ് പോളിസിയെ സംബന്ധിച്ച്, അബ്കാരി നയത്തെ സംബന്ധിച്ച് അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ മീറ്റിംഗ് വിളിക്കുന്നു. അതിനുശേഷം വീണ്ടും മെയ് മാസത്തിൽ വീണ്ടും ഒരു യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കുന്നു. അതേ തുടർന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ടൂറിസം ഡയറക്ടർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആരുടെയാണ്? ബാർ ഉടമകളുടെ മീറ്റിംഗ് വിളിക്കുകയാണ്. ടൂറിസം ഡയറക്ടർ സൂം മീറ്റിംഗിൽ വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. അത് മെയ് 21 ആ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിൽ അതിൻ്റെ അജണ്ട എന്താണ്? ടൂറിസം ഡയറക്ടർ വിളിച്ചിരിക്കുന്ന മീറ്റിംഗിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ദ സബ്ജക്റ്റ് ഈസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം. അതായത് അബ്കാരി നയത്തിൻ്റെ ചർച്ചയാണ്. എക്സൈസ് പോളിസിയുടെ റിന്യൂവലിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം ഡയറക്ടർ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. ടൂറിസം ഡയറക്ടർക്ക് എന്ത് അധികാരമാണ് എക്സൈസ് പോളിസിയെ സംബന്ധിച്ച് യോഗം വിളിക്കുവാനായിട്ടുള്ളത്? അപ്പോൾ അവിടെ ബാർ ഉടമകൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നു മെയ് 21. ഇനി നമ്മൾ കാണേണ്ടുന്ന കാര്യം, മെയ് 21 ഈ യോഗം ചേർന്നതിന് ശേഷം വീണ്ടും മെയ് 23 രണ്ടാമത്തെ ദിവസം ബാർ ഉടമകളുടെ യോഗം നടക്കുകയാണ് കൊച്ചിയിൽ റിനൈസൻസ് ഹോട്ടലിൽ വെച്ചിട്ട്. ആ ബാർ ഉടമകളുടെ യോഗത്തിൻ്റെ മിനിറ്റ്സ്, അതിൻ്റെ അജണ്ട എന്താണ്? അതിൻ്റെ അജണ്ട വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു. അതിനകത്ത് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അജണ്ട ഇലക്ഷന് ശേഷം വരാനിരിക്കുന്ന പുതിയ അബ്കാരി പോളിസി. അതായത് ടൂറിസം ഡയറക്ടർ മെയ് 21 യോഗം വിളിച്ച് അബ്കാരി പോളിസിയെ സംബന്ധിച്ച് ചർച്ച നടത്തുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ബാർ ഉടമകളുടെ സംഘടന ഇലക്ഷന് ശേഷം വരാനിരിക്കുന്ന പുതിയ അബ്കാരി പോളിസിയെ സംബന്ധിച്ച് ചർച്ച നടക്കുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ആ യോഗത്തിൽ വെച്ച് അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ അനിമോൻ എന്ന വ്യക്തി ആ സംഘടനയുടെ ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശം അയക്കുന്നത്. ഞങ്ങളിതാ ഇങ്ങനെ യോഗം ഇവിടെ ചേർന്നു, പ്രസിഡന്റിന്റെ അറിവോട് കൂടിയിട്ടാണ് ഞാനിത് അയക്കുന്നത്. ഈ യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ്. നമുക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പരിഗണനയ്ക്ക് വരും എന്ന് പറഞ്ഞാൽ, മന്ത്രി പറയുന്നു ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 3 യോഗങ്ങൾ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി തലത്തിലും ടൂറിസം ഡയറക്ടർ തലത്തിൽ നടക്കുന്നു. അതേ തുടർന്ന് ബാർ ഉടമകളുടെ യോഗം നടക്കുന്നു. അതേ തുടർന്ന് ശബ്ദരേഖ പുറത്തു വരുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നു. ഇതെല്ലാം വന്നതിന് ശേഷം അവിടെ പണപ്പിരിവ് നടക്കുന്നു. ഇതെല്ലാം വന്നതിന് ശേഷം ഇപ്പോഴും പറയുന്നത് ഒന്നും നടന്നിട്ടില്ല, ഇവിടെ ഇതെല്ലാം യോഗം ചേർന്ന ശേഷമേ പണപ്പിരിവ് നടക്കൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശദീകരിക്കാനാവുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. Debate with Smriti Parthikad.